തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കെപിസിസി ഡിസിസി പുനഃസംഘടന ഉടൻ 2 മാസത്തിനകം പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാനാണ് കെപിസിസി നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലും അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് വിവരം. എറണാകുളം, കോട്ടയം, മലപ്പുറം തുടങ്ങിയ ജില്ലകൾ ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിലെയും ഡിസിസി അധ്യക്ഷന്മാരെ പുനഃസംഘടനയുടെ ഭാഗമായി മാറ്റിയേക്കുമെന്നാണ് സൂചന. മുഹമ്മദ് ഷിയാസിനും നാട്ടകം സുരേഷിനും VS ജോയിക്കും യുവമുഖങ്ങൾ എന്നതാണ് അനുകൂല ഘടകമായി മാറിയത്. വയനാട് ഡിസിസി ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ഡിസിസി അധ്യക്ഷൻ ND അപ്പച്ചനെ നേരത്തെ തന്നെ മാറ്റിയേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അധ്യക്ഷനെതിരെ മാത്രം തിടുക്കത്തിൽ നടപടിയെടുത്താൽ പാർട്ടിയിൽ പൊട്ടിത്തെറിക്ക് വഴിവെക്കുമെന്ന പശ്ചാത്തലത്തിലാണ് പുനഃസംഘടനാ സമയത്ത് മാറ്റം മതിയെന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയത്. സ്ഥാനചലനമുണ്ടാകുന്ന ഡിസിസി അധ്യക്ഷന്മാർക്ക് കെപിസിസിയിൽ ഭാരവാഹിത്വം നൽകുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പിൽ പ്രധാന ചുമതലകളും നൽകും. അതേസമയം കെപിസിസിയിലും കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനം നടത്തുന്ന ജനറൽ സെക്രട്ടറിമാരെയും മാറ്റിയേക്കുമെന്നാണ് സൂചന. പ്രതാപചന്ദ്രൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് ഒഴിവുവന്ന കെപിസിസി ട്രഷറർ സ്ഥാനത്തേക്ക് മാത്യു കുഴൽനാടൻ, N സുബ്രഹ്മണ്യൻ തുടങ്ങിയ പേരുകളാണ് പരിഗണനയിലുള്ളത്. അതേസമയം കെപിസിസി അധ്യക്ഷരെ മാറ്റിക്കൊണ്ട് തലപ്പത്ത് അഴിച്ചുപണി വേണമെന്ന നിലപാടിൽ ഒരു വിഭാഗം ഉറച്ചു നിൽക്കുകയാണെങ്കിലും സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഹൈക്കമാൻഡിന് മുന്നിലെ വെല്ലുവിളി. പത്തനംതിട്ട MP കൂടിയായ ആന്റോ ആന്റണിക്ക് കെപിസിസി നേതൃനിരയിൽ നിർണായക പദവി നൽകിക്കൊണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ചർച്ചകളും ദേശീയ തലത്തിൽ സജീവമാണ്. മധ്യകേരളത്തിലും ഇതിന്റെ പ്രതിഫലനമുണ്ടാകുമെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, News 18.